ഗൾഫ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രവാസ ലോകത്തെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. വിമാനയാത്രക്കിടെ ശുചിമുറിയിൽ സിഗരറ്റ് വലിച്ച യാത്രക്കാരൻ പിടിയിലായി. ദമാമിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് വന്ന എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനത്തിലാണ് സുരക്ഷാ വീഴ്ച ഉണ്ടായത്. ആലപ്പുഴ മാന്നാർ സ്വദേശിയായ 54-കാരനെയാണ് അധികൃതർ പിടികൂടിയത്. ഒളിപ്പിച്ച് കടത്തിയ ലൈറ്റർ ഉപയോഗിച്ചാണ് സിഗരറ്റ് കത്തിച്ചത്. ശുചിമുറിക്കുള്ളിൽ പുക ഉയർന്നതോടെ വിമാനത്തിലെ സുരക്ഷാ അലാം മുഴങ്ങുകയും യാത്രക്കാരനെ ജീവനക്കാർ പിടികൂടുകയുമായിരുന്നു. ഇയാളെ പിന്നീട് വലിയതുറ പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്തി ജാമ്യത്തിൽ വിട്ടു. വിമാനത്തിൽ യാത്ര ചെയ്യുമ്പോൾ തീപിടിക്കുന്ന വസ്തുക്കൾ ഒന്നും തന്നെ കൈവശമോ ബാഗിലോ സൂക്ഷിക്കാൻ പാടില്ലെന്ന നിയമം ലംഘിച്ചതിനാണ് നടപടി. എയർ ഇന്ത്യ എക്സ്പ്രസിലെ സുരക്ഷാ വിഭാഗം ഉദ്യോഗസ്ഥൻ നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത്. റമസാനിൽ സൗദി മക്കയിലെ മസ്ജിദുൽ ഹറമിലും മദീനയിലെ പ്രവാചക പള്ളിയിലും ഇഅ്തികാഫിനുള്ള രജിസ്ട്രേഷൻ മാർച്ച് 5-ന് ആരംഭിക്കുമെന്ന് ജനറൽ അതോറിറ്റി ഫോർ കെയർ ഓഫ് ദി അഫയേഴ്സ് ഓഫ് ദി ഗ്രാൻഡ് മോസ്ക് അറിയിച്ചു. രാവിലെ 11 മണി മുതൽ അതോറിറ്റിയുടെ ഔദ്യോഗിക വെബ്സൈറ്റ് വഴി രജിസ്ട്രേഷൻ ആരംഭിക്കും. ഇഅ്തികാഫിന് അനുവദിച്ചിട്ടുള്ള സ്ലോട്ടുകളുടെ എണ്ണം പൂർത്തിയാകുമ്പോൾ രജിസ്ട്രേഷൻ അവസാനിക്കുമെന്നും മാർച്ച് 20-ന് ഇഅ്തികാഫ് റമസാൻ 20-ന് ആരംഭിച്ച് റമസാൻ 30 വരെ തുടരുമെന്നും അതോറിറ്റി അറിയിച്ചു. അതോറിറ്റിയുടെ ഔദ്യോഗിക വെബ്സൈറ്റ് വഴി രജിസ്റ്റർ ചെയ്തവർക്ക് പെർമിറ്റ് നൽകി തുടങ്ങും. ഇഅ്തികാഫ് എന്നാൽ പ്രവാചകൻ മുഹമ്മദ് നബിയുടെ മാതൃക പിൻപറ്റി ദൈവത്തോടടുക്കുകയും ആരാധിക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ പള്ളിയിൽ താമസിക്കുന്നു എന്നാണ്. ഒമാനിൽ പുതുതായി റീട്ടെയിൽ മത്സ്യ സ്റ്റോറുകൾ ആരംഭിക്കുന്നതിന് അനുമതി നൽകില്ലെന്ന് കാർഷിക മത്സ്യബന്ധന ജലവിഭവ മന്ത്രാലയം. മത്സ്യം, കടൽ വിഭവങ്ങൾ എന്നിവയ്ക്ക് മാത്രമായുള്ള സ്റ്റോറുകളുടെ അനുമതിയാണ് നിർത്തിവെക്കുന്നത്. ഇത്തരം സ്ഥാപനങ്ങൾക്കുള്ള പുതിയ അപേക്ഷകൾ സ്വീകരിക്കുന്നത് നിർത്തിവച്ചതായും ഔദ്യോഗിക ഗസറ്റിൽ പ്രസിദ്ധീകരിക്കുന്ന ദിവസം മുതൽ ഉത്തരവ് പ്രാബല്യത്തിൽ വരുമെന്നും മന്ത്രാലയം പ്രസ്താവനയിൽ വ്യക്തമാക്കി. ഖത്തറിൽ ശൈത്യകാലം അവസാനിക്കുന്നു. മാർച്ച് 2ാം പകുതിയോടെ താപനില ഗണ്യമായി ഉയരുമെന്നും കാലാവസ്ഥാ വകുപ്പ്. അറേബ്യൻ പെനിൻസുലയിൽ സുഡാൻ സീസണൽ ന്യൂനമർദ്ദം അനുഭവപ്പെടുന്നതിനെ തുടർന്നാണ് താപനില ഉയരാൻ കാരണമെന്നും അധികൃതർ അറിയിച്ചു. അറേബ്യൻ പെനിൻസുലയുടെ കാലാവസ്ഥയെ അസ്ഥിരപ്പെടുത്തുന്നതാണിത്. ഈ മാസം വടക്ക് പടിഞ്ഞാറൻ കാറ്റും കനക്കും. ഖത്തറിൽ ഇതുവരെയുള്ള വർഷങ്ങളിൽ മാർച്ച് മാസം ഏറ്റവും കൂടുതൽ താപനില രേഖപ്പെടുത്തിയത് 1998-ലാണ് 30 ഡിഗ്രി സെൽഷ്യസ്. ഏറ്റവും കുറഞ്ഞ താപനില 1984-ൽ 8.2 ഡിഗ്രി സെൽഷ്യസ് ആണ് രേഖപ്പെടുത്തിയത്. മാർച്ച് മാസത്തിലെ ശരാശരി പ്രതിദിന താപനില 21.9 ഡിഗ്രി സെൽഷ്യസ് ആണ്. സൗദി അറേബ്യയുടെ വിവിധ മേഖലകളിൽ വെള്ളിയാഴ്ച വരെ മഴ തുടരുമെന്ന് ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് സിവിൽ ഡിഫൻസ് അറിയിച്ചു. മക്ക, റിയാദ്, മദീന, തബൂക്ക്, ഹായിൽ, ഖസീം, കിഴക്കൻ മേഖല, വടക്കൻ അതിർത്തികൾ, അൽജൗഫ്, അൽബഹ, അസീർ എന്നിവിടങ്ങളിൽ മിതമായതോ കനത്തതോ ആയ മഴ തുടരുമെന്നാണ് കാലാവസ്ഥാ മുന്നറിയിപ്പ്. താഴ്വരകൾ പോലുള്ള വെള്ളപ്പൊക്ക സാധ്യതയുള്ള പ്രദേശങ്ങൾ സന്ദർശിക്കുന്നതും നീന്തലും ഒഴിവാക്കാനും ആവശ്യമായ മുൻകരുതൽ നടപടികൾ സ്വീകരിക്കാനും സിവിൽ ഡിഫൻസ് നിർദ്ദേശിച്ചു. ഔദ്യോഗിക ചാനലുകളിലൂടെയും സാമൂഹിക മാധ്യമ പ്ലാറ്റ്ഫോമുകളിലൂടെയും ഏറ്റവും പുതിയ കാലാവസ്ഥ അപ്ഡേറ്റുകളെക്കുറിച്ച് ബോധവാന്മാരായിരിക്കണമെന്നും അധികൃതർ ഓർമ്മപ്പെടുത്തി. ഗൾഫ് രാജ്യങ്ങളിൽ ഏറ്റവും കുറഞ്ഞ നോമ്പനുഷ്ഠാന സമയമുള്ളത് കുവൈറ്റിൽ. 12 മണിക്കൂറും 53 മിനിറ്റുമാണ് കുവൈറ്റിലെ നോമ്പ് സമയം. തുടർന്ന് ഒമാൻ 12 മണിക്കൂറും 56 മിനിറ്റും, സൗദി അറേബ്യ 12 മണിക്കൂറും 58 മിനിറ്റുമായി പിന്നാലെയുണ്ട്. UAE 12 മണിക്കൂറും 59 മിനിറ്റുമായി ഗൾഫിൽ 4ാം സ്ഥാനത്താണ്. ബഹ്റൈനും ഖത്തറും 13 മണിക്കൂറുമായി 5ഉം 6ഉം സ്ഥാനങ്ങളിലുമുണ്ട്. അറബ് ലോകത്ത് ഏറ്റവും കൂടുതൽ നോമ്പനുഷ്ഠിക്കുന്ന സമയത്തിൽ കോമറോസ് ആണ് ഒന്നാമത്. അവിടെ നോമ്പനുഷ്ഠിക്കുന്ന സമയം 13 മണിക്കൂറും 28 മിനിറ്റുമാണ്. ജിബൂട്ടി 13 മണിക്കൂറും 14 മിനിറ്റും, സുഡാൻ 13 മണിക്കൂറും 6 മിനിറ്റും, മൗറിറ്റാനിയ 13 മണിക്കൂർ എന്നിങ്ങനെയാണ് തൊട്ടടുത്ത സ്ഥാനങ്ങളിൽ. റമസാൻ മാസത്തിലെ രാജ്യത്ത് പാർക്കുകളുടെയും ഗാർഡനുകളുടെയും പ്രവർത്തന സമയം മസ്കറ്റ് മുനിസിപ്പാലിറ്റി പുനർക്രമീകരിച്ചു. ശനി മുതൽ ബുധൻ വരെ വൈകുന്നേരം 4 മണി മുതൽ രാത്രി 12 മണി വരെയും വ്യാഴം വെള്ളി ദിവസങ്ങളിൽ വൈകുന്നേരം 4 മണി മുതൽ പുലർച്ചെ 1 മണി വരെയുമാണ്
പാർക്കുകളും ഗാർഡനുകളും പൊതുജനങ്ങൾക്കായി തുറന്നു നൽകുക എന്ന് മസ്കറ്റ് മുനിസിപ്പാലിറ്റി അധികൃതർ അറിയിച്ചു. മുനിസിപ്പൽ സേവനങ്ങളുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ, പരാതികൾ, റിപ്പോർട്ടുകൾ, അന്വേഷണങ്ങൾ എന്നിവയ്ക്കായി തജാവുദ് എന്ന ഏകീകൃത ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ആരംഭിച്ചു. സേവന നിലവാരം മെച്ചപ്പെടുത്തുന്നതിനും എളുപ്പത്തിൽ പ്രതികരണം ഉറപ്പുവരുത്തുന്നതിനും സമൂഹ ഇടപെടൽ പ്രോത്സാഹിപ്പിക്കുന്നതും ലക്ഷ്യം വെച്ചുള്ള നിരന്തരമായ ശ്രമങ്ങളുടെ ഭാഗമായാണ് ഈ സംരംഭം. ഡിജിറ്റൽ പരിവർത്തനത്തിലൂടെ ആശയവിനിമയം എളുപ്പമാക്കുന്നതിനും സർക്കാർ സേവനങ്ങളിൽ പൊതുജന സംതൃപ്തി വർദ്ധിപ്പിക്കാനും ഇതിലൂടെ സാധിക്കും. മുനിസിപ്പൽ അധികാരികളുമായി കൂടുതൽ കാര്യക്ഷമവും സുതാര്യവുമായ ഇടപെടലുകൾ ഉറപ്പാക്കിക്കൊണ്ട് ഫീഡ്ബാക്ക് പങ്കുവയ്ക്കുന്നതിനും തജാവുദ് ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ സൗകര്യമുണ്ട്. മസ്കറ്റിലെയും പരിസര പ്രദേശങ്ങളിലെയും 7 ഇന്ത്യൻ സ്കൂളുകളിലേക്കുള്ള പ്രവേശന നറുക്കെടുപ്പ് അടുത്ത ദിവസം നടക്കും. അപേക്ഷിച്ച മുഴുവൻ വിദ്യാർത്ഥികൾക്കും പ്രവേശനം ലഭിക്കുമെന്നാണ് വിവരം. 6000-ൽ പരം സീറ്റുകളിലേക്കായി 3500-ൽ പരം അപേക്ഷകൾ മാത്രമാണ് ലഭിച്ചതെന്നാണ് വിവരം. 7 ഇന്ത്യൻ സ്കൂളുകളിലായി ഇത്തവണ 6504 സീറ്റുകളാണുള്ളത്. KG ക്ലാസുകളിലാണ് കൂടുതൽ സീറ്റുകൾ. പുതിയ അപേക്ഷകരിൽ കൂടുതലും പ്രീ സ്കൂൾ മുതൽ 2ാം തരം വരെയുള്ള ക്ലാസുകളിലേക്കാണ്. ഏറ്റവും കൂടുതൽ സീറ്റുകൾ മസ്കറ്റ് ഇന്ത്യൻ സ്കൂളിലാണ്. ഇവിടെ രാവിലത്തെ ഷിഫ്റ്റിൽ 1080 വിദ്യാർത്ഥികൾക്കും ഉച്ചയ്ക്ക് ശേഷമുള്ള ഷിഫ്റ്റിൽ 400 വിദ്യാർത്ഥികൾക്കും പ്രവേശനം ലഭിക്കും. ഉച്ചയ്ക്ക് ശേഷമുള്ള ഷിഫ്റ്റിൽ KG 2 മുതൽ 4ാം തരം വരെയുള്ള ക്ലാസുകളിലാണ് അവസരമുള്ളത്. ഓരോ ക്ലാസ്സിലും 80 വീതം വിദ്യാർത്ഥികൾക്ക് പ്രവേശനം നേടാം. ഡാർസൈറ്റ് ഇന്ത്യൻ സ്കൂളിൽ രാവിലത്തെ ഷിഫ്റ്റിൽ 398 വിദ്യാർത്ഥികൾക്കും ഉച്ചയ്ക്ക് ശേഷമുള്ള ഷിഫ്റ്റിൽ 119 വിദ്യാർത്ഥികൾക്കും പ്രവേശനം ലഭിക്കും. ഉച്ചയ്ക്ക് ശേഷമുള്ള ഷിഫ്റ്റിൽ 1ാം തരം മുതൽ 5ാം തരം വരെയുള്ള ക്ലാസുകളിലാണ് അവസരമുള്ളത്. ഓരോ ക്ലാസ്സിലെയും സീറ്റ് ലഭ്യത വ്യത്യസ്തമാണ്. വാദി കബീർ 1205, വാദി കബീർ ഇന്റർനാഷണൽ 811, ഗുബ്ര 426, ഗുബ്ര ഇന്റർനാഷണൽ 173, ബൗഷർ 815, മബേല 580, സീബ് 497 എന്നിങ്ങനെയാണ് തലസ്ഥാനത്തെ മറ്റ് ഇന്ത്യൻ സ്കൂളുകളിലെ സീറ്റുകളുടെ എണ്ണം. നറുക്കെടുപ്പ് പൂർത്തിയാകുന്നതോടെ അപേക്ഷ നൽകിയ കുട്ടികളുടെ രക്ഷിതാക്കൾക്ക് ബോർഡിൽ നിന്നും ഇത് സംബന്ധിച്ച് സന്ദേശമയക്കും. അഡ്മിഷനുമായി ബന്ധപ്പെട്ട തുടർ നടപടികൾക്ക് അതത് സ്കൂളിൽ നിന്നും അടുത്ത ദിവസങ്ങളിൽ തന്നെ രക്ഷിതാക്കൾ ബന്ധപ്പെടുകയും ചെയ്യും. ഏപ്രിൽ ആദ്യവാരത്തോടെയാണ് പുതിയ അധ്യയന വർഷം ആരംഭിക്കുക. ആവശ്യമായ രേഖകളും ഫീസും അതിന് മുന്നോടിയായി നേരിട്ട് സ്കൂളുകളിൽ എത്തിക്കുകയും അഡ്മിഷൻ നടപടികൾ പൂർത്തിയാക്കുകയും വേണം. അതേസമയം ഭൂരിഭാഗം അപേക്ഷകളിലും ആദ്യ ഓപ്ഷനായി തെരഞ്ഞെടുത്ത സ്കൂളുകളിൽ തന്നെ പ്രവേശനം നേടാൻ സാധിച്ചേക്കും. മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് ഇത്തവണ അപേക്ഷകരുടെ എണ്ണം കുറവാണ്. കഴിഞ്ഞ വർഷം പുതിയ അപേക്ഷകരിൽ വലിയ കുറവുണ്ടായിരുന്നു. മുൻ വർഷത്തെ അപേക്ഷിച്ച് ഇത്തവണ പുതിയ അപേക്ഷകരുടെ എണ്ണം ഉയരുമെന്നാണ് പ്രതീക്ഷിച്ചിരുന്നു എങ്കിലും അതുണ്ടായില്ല.